നമസ്കാരം. ഏ, ആ, മലപ്പുറത്തല്ലേ പേരാമ്പ്ര? കോഴിക്കോടോ മലപ്പുറത്തോ? ഇനി എവിടെയാകട്ടെ, മലബാറിലുള്ള പേരാമ്പ്ര എന്ന സ്ഥലം അത് ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ അവിടെയുള്ള ഗ്രീൻ ഓക്ക് എന്ന സ്ഥാപനം ഇപ്പോൾ അപ്രത്യക്ഷമായേനെ. കാരണം അവിടെ ഭരിക്കുന്നത് ഒരു മഹാനായിട്ടുള്ള വ്യക്തിയാണ്, പുണ്യാത്മാവാണ് യോഗി ആദിത്യനാഥ്. കേരളത്തിൽ പേരാമ്പ്ര നിയമസഭാ മണ്ഡലം തട്ടമിട്ട ഒരു വളരെ മണ്ഡലമാണ്. അവിടെ ഹിന്ദു സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ക്കുന്നത് എപ്പോഴാണ്? ഭർത്താവ് മരിക്കുമ്പോഴാണ് കേട്ടോ. ഹിന്ദു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിൽ ഒരു ലഹളി ഉണ്ടാവട്ടെ, ആ ലഹളയിൽ ഏതെങ്കിലും ഒരാൾ വന്ന് അറിയാതെ ഒരു സ്ത്രീയുടെ മേലെ ഒന്ന് വീണോ, അങ്ങനെ എന്തുണ്ടായി, സിന്ദൂരം മാഞ്ഞു പോയാൽ ആ സ്ത്രീ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി, ഇയാളെ മനഃപൂർവ്വം എൻ്റെ സിന്ദൂരം മാറ്റാമെന്ന്. അയാളുടെ തല കാണില്ല. പിന്നെ ഒരിക്കൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സോണിയാഗാന്ധി ആകും എന്നൊരു ഘട്ടം വന്ന സമയത്ത് അന്ന് നമ്മളുടെ ആദ്യത്തെ സുഷമ സ്വരാജ്, പിന്നെ അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, വളരെ പ്രശസ്തിയായിട്ടുള്ള അവരുടെ തന്നെ ഒരു മറ്റേ BJPയുടെ വനിതാ നേതാവുണ്ടായിരുന്നു, തീപ്പൊരിയായിരുന്നു. അവരിപ്പോൾ അത്ര കാണാനില്ല അവരെ. അവർ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾ തലമുട്ടടിക്കുന്നതാണ് പറഞ്ഞത്, സിന്ദൂരം മാച്ച് തലമുട്ടടിക്കുന്നതാണ് പറഞ്ഞത്. അതവിടെ വലിയ സംഭവമായിട്ട് മാറും. ആയതുകൊണ്ട് തന്നെ ആ ഒരു പറച്ചിലിൽ ഞങ്ങൾ വിധവകളായിട്ട് മാറും എന്നർത്ഥം. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിധവകളായിട്ട് മാറും. അപ്പം ആയതുകൊണ്ട് തന്നെ അവർ സോണിയയ്ക്ക് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടി വന്നു. പകരം മൻമോഹൻ സിംഗിനെ വെക്കേണ്ടി വന്നു. അപ്പം നിസ്സാര കാര്യമല്ല അതവിടെ. സിന്ദൂരം മാക്കുക, തലമുട്ടടിക്കുക നിസ്സാര കാര്യമല്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരാഴ്ചയ്ക്ക് മുൻപ് ഉത്തർപ്രദേശിൽ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ട് ബുർക്ക ധരിപ്പിച്ചു ഒരു സ്കൂള്. ആ സ്കൂളിൽ നിന്ന് എവിടെയാ? മണ്ണോട് മണ്ണ് ചേർന്നു, പൊടിപൂരമാക്കി കളഞ്ഞു. ഹിന്ദു പെൺകുട്ടികളെ ബുർക്ക ധരിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ആ സ്കൂളിൻ്റെ അധികൃതർ. കേരളത്തിൽ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഹിന്ദുക്കൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ നിലപാടുകളുടെ അടിസ്ഥാനത്തിലോ അല്ല, നമ്മൾ ഹിന്ദുക്കളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യോജിച്ചില്ലെങ്കിൽ, ഹിന്ദു എന്ന് പറയുന്ന പേരുള്ള ഒരുവൾ അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രിവിലേജുകളും നശിച്ചു പോകുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഓണസദ്യ, സർക്കാർ വക ഓണസദ്യ, ആ ഓണസദ്യയിൽ പങ്കെടുത്തത് മുഴുവൻ 100-99 ആളുകളും ക്രിസ്ത്യൻ ഫാദർമാർ, അതുപോലെ തന്നെ മറ്റേ കർദിനാൾമാർ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അടക്കം. പിന്നെ ഓണസദ്യ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഓണവിരോധികൾ ഓണസദ്യ ഞണ്ണാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നു. അതിനകത്തൊരു ഹിന്ദു സന്യാസിയെ കാണില്ല, അതിനകത്തൊരു ഹിന്ദു നേതാവിനെയും കാണില്ല, വിളിക്കില്ല. വിളിച്ചില്ല, ഇപ്പം എന്താ കുഴപ്പം? നമ്മൾ വീടിനകത്ത് ലഡ്ഡു ഉണ്ടാക്കും, അടുത്ത വീട്ടുകാരന് കൊടുക്കും, ഇപ്പുറത്തെ വീട്ടുകാരന് കൊടുക്കും, പുറകിലുള്ള വീട്ടുകാരന് കൊടുക്കും, മുന്നിലുള്ള വീട്ടുകാരന് കൊടുക്കും. അത് കൊടുത്തില്ലേ അവർക്കൊരു വിഷമം ഉണ്ടാവും, ഞങ്ങൾക്ക് തന്നില്ല, അല്ലേ, ശരി, നമുക്കിനിയിപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതി. അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. പക്ഷേ വഴി കൂടെ തെണ്ടി നടക്കുന്ന പട്ടികൾക്ക് നമ്മൾ കൊടുക്കൂ, പട്ടികൾ കൊടുത്തില്ലേ കുരയ്ക്കുകയോ കടിക്കുകയോ ഇല്ല. ആ അവസ്ഥയാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ. ആത്മാഭിമാനമില്ലായ്മ. ഞാനൊരു ഹിന്ദുവാണെന്ന് പറയാൻ ഇവിടെ നമ്മൾ വഴി കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഏതൊരാൾ, നിങ്ങൾ മുസ്ലിമാണോ? ഞാൻ മുസ്ലിമാ. ഒരു ക്രിസ്ത്യാനിയെ കാണുന്ന സമയത്ത് എന്താ പേര്? എൻ്റെ പേര് രാജൻ എന്നാണ്. അങ്ങ് ഹിന്ദു ആണല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്. നേരെ മുറിച്ചൊരു ഹിന്ദുവിനോട് ചോദിച്ചു നോക്കൂ,
ഹിന്ദുവാണോ? ഞങ്ങൾക്ക് അതിന് ജാതിയും മതവും, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ എന്ന് പറയുന്ന ഊശാമ്പികൾ, അതാണ് ഹിന്ദുക്കൾ. ഏതായാലും അവർക്ക് മതപരമായിട്ടൊരു ചിന്തയില്ല, അതുകൊണ്ട് അവർക്ക് മുറിവേക്കാൻ പോകുന്നില്ല. അത് വേറൊരു കാര്യം. അതല്ല ഉത്തർപ്രദേശിലെ സ്ഥിതി. ഉത്തർപ്രദേശിലെ ഗോണ്ട ജില്ലയിലുള്ള നോളജ് ബീം അക്കാദമി KBA, ആ വിദ്യാഭ്യാസ വകുപ്പുകാർ അധികൃതർ അത് പൂട്ടി സീൽ വെച്ച് പപ്പടാക്കി മാറ്റിയിട്ടുണ്ട്. ഓസ്നി ബുസുർഗ് ഗ്രാമത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്കൂളിന് 12ാം ക്ലാസ് വരെയോ 8ാം ക്ലാസ് വരെയോ ക്ലാസ്സുകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള യാതൊരുവിധ സർക്കാർ അംഗീകാരവും ഉണ്ടായിരുന്നില്ല എന്നുള്ള വേറൊരു കാര്യം. മുൻപ് സ്കൂൾ അടച്ചുപൂട്ടാൻ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. ഈ ഓഗസ്റ്റ് 15 സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾക്കിടയിൽ 4-5 ഹിന്ദു വിദ്യാർത്ഥിനികളെ ബുർക്ക ധരിപ്പിച്ച് ഭോജ്പുരി, ഹരിയാൻവി, ബോളിവുഡ് സിനിമാ ഗാനങ്ങൾ വെച്ച് അവരെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ചു. ഇതിൻ്റെ പേരിൽ വലിയ വിവാദമുണ്ടായി. ഈ വിവാദം അവിടെ കത്തിപ്പടർന്നു. അതിൻ്റെ പേരിൽ സ്കൂൾ മാനേജർ പരസ്യമായിട്ട് മാപ്പപേക്ഷിച്ചു, രാജിവെക്കാൻ വരെ തയ്യാറായി. ജില്ലാ ബേസിക് വിദ്യാഭ്യാസ ഓഫീസർ അമിത് കുമാർ സിംഗിൻ്റെ നിർദ്ദേശപ്രകാരം ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ റിയാസ് അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂളിൽ പരിശോധന നടത്തി. സ്കൂൾ കെട്ടിടം അടിയന്തരമായിട്ട് പൂട്ടി സീൽ ചെയ്തു. നിലവിൽ അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ സമീപത്തുള്ള മറ്റ് അംഗീകൃത സ്കൂളിലേക്ക് മാറ്റാൻ അധികൃതർ നിർദ്ദേശവും നൽകി. ഇത് UP ആണെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. UP അവിടുത്തെ അധികാരി യോഗി ആദിത്യനാഥാണ്. ഇത്രയും കാലമായിട്ട് അവിടെയുള്ള പലർക്കും അത് മനസ്സിലായിട്ടില്ല. വീണ്ടും അതിക്രമങ്ങൾ, ഒഫൻസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുരൂപമായിട്ടുള്ള ശിക്ഷകൾ കൂട്ടിക്കൊണ്ടുവരികയാണ് യോഗി ആദിത്യനാഥും. തോന്നിവാസം അനുവദിക്കുന്നില്ല എന്ന് സാരം. ഏതായാലും ഇതിനേക്കാൾ ടെറിബിളായിട്ടുള്ള ഒരു സംഭവമാണ് കേരളത്തിലുണ്ടായത്. ഈ ആഗസ്റ്റ് 10 കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്ക് അടുത്തുള്ള ഇരിങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ ഓക്ക് കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ കാറ്ററിംഗ് ജോലിക്ക് എത്തിയ സ്ത്രീകൾ, ആ ഹിന്ദു സ്ത്രീകളുടെ അവിടെ കാറ്ററിംഗ്, അതൊരു മുസ്ലിം സ്ഥാപനമാണ്. അവിടെ ഒരു മുസ്ലിം കല്യാണം നടക്കാൻ പോകുന്നു. ആയതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ അധുനാതന കേരളം എന്ന സമൂഹത്തിൽ അവരന്മാരായിട്ട്, അടിമകളായിട്ട്, ഒന്നിനും കൊള്ളാത്തവരായിട്ട് ജീവിക്കേണ്ടുന്നവരുടെ പ്രതീതികളാണെന്ന് അറിയരുത്. ആ കൂട്ടത്തിൽ പെട്ടെന്ന് അറിയരുത്. അവരാഹാരം വിളമ്പിക്കഴിഞ്ഞാൽ അശ്രീകരത്വമല്ലേ? അവരുണ്ടാക്കുന്ന ഓണം പോലും കഴിക്കാൻ പാടില്ല എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് ഞണ്ണെന്നാ കണ്ടു ഓണം വിരോധികൾ, അത് വേറെ കേസ്. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹിന്ദുക്കൾ ഒന്നിനും പങ്കെടുക്കില്ല. മുസ്ലിങ്ങളെ കിട്ടില്ല ജോലിക്ക്. അപ്പോൾ ഹിന്ദുക്കളെ ജോലിക്ക് കിട്ടിയിട്ട് അവരെ മുസ്ലിങ്ങളാക്കുന്നു. അവരെ സിന്ദൂരം മാച്ചു കളയുന്നു, തലയിൽ തട്ടം ഇടിവിക്കുന്നു. എന്നാലേ അവിടെ ജോലി കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു. കുറേ പാവങ്ങളോ ആകട്ടെ, അഷ്ടിക്കോ ഒക്കെ എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ഏതായാലും ആ കൺവെൻഷൻ സെൻറ്റർ ഉടമ നിർബന്ധിച്ച് ഇതൊക്കെയും ചെയ്തു. ഇത് ചാനലുകളൊക്കെയും റിപ്പോർട്ട് ചെയ്തതാണ്. അതിനെ തുടർന്ന് കാറ്ററിംഗ് ജോലിക്ക് എത്തിയ ആ പാവം ഹിന്ദു സ്ത്രീകൾ തങ്ങളുടെ നെറ്റിയിലെ സിന്ദൂരപ്പൊട്ട് മാച്ചു കളയാനും നിർബന്ധപൂർവ്വം തലയിൽ തട്ടമിട്ട് ശിരോവസ്ത്രമിട്ട് ജോലി ചെയ്യാനും അവർ നിർബന്ധിതരായി. ഇതിനെതിരെ ഹിന്ദു ഐക്യവേദിയെ പോലുള്ള സംഘടനകൾ ഒക്കെ വലിയ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നതായിരുന്നു. പക്ഷേ എങ്കിലും ലീഗ് ഭരിക്കുന്ന കേരള മണ്ണിൽ ലീഗ് പറയും നിയമങ്ങൾ, അതാണല്ലോ സത്യം. ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു കേസും ഉണ്ടായില്ല, ഒരു അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനൊട്ട് പോകുന്നില്ല. അതേ സമയത്ത് മുസ്ലിം സ്ത്രീകൾ അവിടെ ചെന്നപ്പോൾ അവരെ തട്ടം അഴിപ്പിച്ച് അവർക്ക് സിന്ദൂരം തൊട്ട് കൊടുത്തിരുന്നെങ്കിലോ കേരളം കത്തുമായിരുന്നു, കേരളം കത്തിക്കുമായിരുന്നു. പിന്നെ കൂട്ടത്തിൽ സൈബർ സേനയുടെ പച്ചത്രി ഗുണ്ടായുസവും നടക്കുമായിരുന്നു ഇവിടെ.
അതായത് ഈ സ്ഥാപനത്തിൽ ഉടമ പറയുന്ന സ്ത്രീകൾ സ്വയം എടുത്ത തീരുമാനമാണെന്നാണ്. ഓക്കെ, സമ്മതിച്ചു. കാരണം എതിര് പറയാൻ ആരുമില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കയ്യിൽ പൈസകൾ അവരുടെ കയ്യിലാണല്ലോ. ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അയാൾ പറയുന്നത് അപ്പൊക്കോ ഇനിമേൽ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ അവർ ഹിസ് മാസ്റ്റേഴ്സ് വോയിസായി. മുതലാളി പറയുന്നത് എന്തോ അത് പറയാനുള്ള അതിന് വിധിക്കപ്പെട്ടവരായിട്ട് മാറി. ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ജോലി ചെയ്യുന്ന 24 വനിതാ തൊഴിലാളികളും തങ്ങളുടെ സൗകര്യത്തിനും താല്പര്യത്തിനും വേണ്ടിയിട്ടാണ് തലയിൽ തട്ടമിട്ടത് എന്ന്. ഇപ്പം ഷാളിട്ടതെന്നായി കേട്ടോ. ജീവനക്കാരൻ നെറ്റിയിൽ സിന്ദൂരപ്പെട്ട് മായ്ക്കാൻ മാനേജ്മെൻറ്റ് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. തന്നെ തമാഞ്ഞു പോയതായിരിക്കും. സാധാരണയായിട്ട് കാറ്ററിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഭക്ഷണത്തിന് മുടി വിടാതിരിക്കാൻ തലം മറയ്ക്കുന്നത്, ഹെഡ് ക്യാപ്പ് അല്ലെങ്കിൽ ഷാള് സാധാരണമായിട്ടൊരു ശുചിത്വ പരിപാലന രീതി മാത്രമാണ്. ഇതിനെയാണ് മതപരമായ രീതിയിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചത് എന്ന ന്യായവാദവും ഉയർത്തുന്നുണ്ട്. കേരളത്തിലുള്ള സകല ഹോട്ടലുകളിലും ഇന്നിപ്പോൾ ചെറിയ ഹോട്ടലുകളിൽ വരെ അവരെ ക്യാപ്പിട്ടിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അതിവിടെ ആരും വിഷയമാക്കിയില്ല. അങ്ങനെ വിഷയമാക്കുക ചുരുങ്ങിയത് ഒരു 10 ലക്ഷം സ്ഥലങ്ങളിലെങ്കിലും അതുകൊണ്ട് അത്രയും ഹോട്ടലുകളുണ്ട്. അവിടെ മുഴുവൻ തട്ടമിട്ടു എന്ന് പറഞ്ഞൂടെ? ഇതിപ്പോൾ അതല്ല സംഭവിച്ചതൊക്കെ തന്നെ തട്ടമിടിയിപ്പിച്ചു, അല്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കൊള്ളാൻ പറഞ്ഞു. കുറേ സ്ത്രീകൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത് ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ ആ ക്യാപ്പ്, മുടി വിടാനുള്ള ക്യാപ്പ് ധരിക്കാൻ പറഞ്ഞതിൻ്റെ പേരിലാണോ ആ സ്ത്രീകൾ ഇറങ്ങിപ്പോയത്? അപ്പം അതൊക്കെ ഹിന്ദുവിനെ എന്തും ചെയ്യാം, എങ്ങനെ വേണ്ടി ചവിട്ടിക്കൂട്ടാം, അതാണ് അവിടെയും സംഭവിച്ചത്. എന്തെല്ലാം ന്യായവാദങ്ങൾ ഉയർത്തിയാലും ഹിന്ദു സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച് തലയിൽ തട്ടം പിടിച്ച് കാറ്ററിംഗ് ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അന്വേഷണം നടത്താൻ എന്താ അവർ തയ്യാറാവാത്തത്? അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം ബാധിക്കപ്പെട്ടത് മുമ്പ് പറഞ്ഞ പോലെ ഹിന്ദു പെൺകുട്ടികളായതുകൊണ്ട് DYFI, യൂത്ത് കോൺഗ്രസ് എന്നിവർ അറിഞ്ഞിട്ടില്ല. അവർ അതിൻ്റെ പേരിൽ കേസില്ല, ആരും ഞെട്ടിപ്പോയിട്ടില്ല, ആരും കണ്ണീരൊലിപ്പിച്ചിട്ടുമില്ല. സഹോദരിമാരെ ഓർത്ത് ഇത് നേരെ തിരിച്ചായിരുന്നിലത്തെ സ്ഥിതി എന്താണ്? ഒരു തട്ടമിട്ട സ്ത്രീയുടെ തട്ടം മാറ്റി സെറ്റ് സാരി ഉറപ്പിച്ച് സിന്ദൂരം തുടിയിച്ച് കാറ്ററിംഗ് ജോലിക്ക് നിർത്തിയിരുന്നെങ്കിൽ കേരളം കത്തുമായിരുന്നില്ലേ? ഈ പറയുന്ന DYFIക്കാർ, AYFകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ, MSFകാരൊക്കെ തുടങ്ങിയ യുവജന സംഘടനകൾ പർദ ബുർക്ക ഫെസ്റ്റ് സംഘടിപ്പിക്കുമായിരുന്നില്ലേ ഇവിടെ? ഏതായാലും വേണമെങ്കിൽ ചെയ്യാം, ഹിന്ദുക്കൾക്ക് ഒരുമിക്കാം. ഇന്നിപ്പോൾ എനിക്കൊരാളൊരു പോസ്റ്റ് അയച്ചു തന്നു. ലക്ഷ്മി കാനത്ത് കുഞ്ഞ സ്ത്രീയുടെ പോസ്റ്റാണ്. അതിലവരെഴുതി, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, നമ്മളെ വേണ്ടാത്തവരുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ പോകേണ്ടതില്ല. അതിൻ്റെ പേരിൽ ഞാനിത് കാണുന്ന സമയത്ത് 2000 പേരാണ് പച്ചത്തെറി അതിനകത്ത് എഴുതിയിട്ടുള്ളത്. പച്ചത്തെറി, ഒരുവിധം പച്ചത്തെറിക്ക് നമുക്ക് പറയാം. ആ പറയാൻ പറ്റാത്ത രീതിയിൽ പച്ചത്തെറി അവരുടെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അവരുടെ ഭർത്താവിനെക്കുറിച്ചും അവരെക്കുറിച്ചും പച്ചത്തെറി ഗുണ്ടായിസം. പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്യാനോ ഒഫൻഡ് ചെയ്യാനോ കഴിയുന്നില്ല, ഹിന്ദുക്കൾക്ക് കഴിയുന്നില്ല. അതിന് കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? ഒരു പരിധിവരെ താല്പര്യമില്ല. എപ്പോഴാണ് ഇനി താല്പര്യം വരിക? ആകെ മുങ്ങുമ്പോൾ താല്പര്യം വരും. അപ്പോൾ താല്പര്യം വന്നാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഏതായാലും ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ, ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ, യോഗി ആദിത്യനാഥിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയാനുള്ള കാരണം അതൊരു ഡ്യൂട്ടി ആയിട്ട് എടുത്തിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയും ഉണ്ട് ഇങ്ങനെയും ഉണ്ട് ഈ ഭാരതത്തിലൊരു ദേശം എന്നിവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കിയത് അത്രയും നല്ലത്. അതിൻ്റെ പേരിലാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ കുറേ ബാലകൃഷ്ണൻ നായർ, ഭാസ്കരൻ നായർക്ക് പറഞ്ഞു, ഇയാൾ ഒരു ഹിന്ദു വിരോധിയായിരുന്നല്ലോ. ഈ ചെറ്റകളോട് ചോദിക്കാൻ ഞാൻ എന്നാണോ ഹിന്ദു വിരോധിയായത്? ഏതെങ്കിലും ഒരു പുരുഷനോ സ്ത്രീയോ പോകുന്ന സമയത്ത് അവരുടെ മുഖത്ത് ഇവിടെ ഒരു കറുത്തൊരു പാടുണ്ടെങ്കിൽ ഇവിടെ നിന്നോ കരിയായതായിരിക്കാം, ഹീലായതായിരിക്കാം. അപ്പോഴോട് പറഞ്ഞു, മാഡം നിങ്ങളുടെ ഇവിടെ എന്തോ ഹീലോ മറ്റോ ഉണ്ട് കേട്ടോ. അത് തുടച്ചു കളഞ്ഞിട്ട് ആ സ്ത്രീ പറയാം, താൻ എന്തിനാ എൻ്റെ മോത്തക്കാര്, താൻ എന്തിനാ എന്നെ അവഹേളിക്കാൻ ശ്രമിച്ച്? ഞാൻ അവരെ അവഹേളിക്കാൻ ശ്രമിച്ചാണോ? ഹിന്ദു മതത്തിൻ്റെ നടക്കുന്ന ചില ശരിയല്ലായ്മകളെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നില്ല BJP ആവണം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവണം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആവണം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആവണം. തനിയെ നിൽക്കാനുള്ള ശേഷിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ അഹങ്കാരത്തോട് പറയാം, എനിക്ക് എൻ്റെ ചിന്താ പദ്ധതികളുണ്ട്, അതിൽ എൻ്റെ നിലപാടുകളുണ്ട്. അതിനനുസൃതമായിട്ട്
എൻ്റെ ധർമ്മങ്ങൾക്ക് മാറ്റങ്ങൾ വരും. അല്ലാതെ ഞാൻ എവിടെയെങ്കിലും കുഴിച്ചിട്ട ഒരു ഉരുക്ക് തൂണൊന്നുമല്ല. ഞാൻ ജീവനുള്ളൊരു മനുഷ്യനാണ്, ചത്ത ശവമല്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ പോലുള്ള ആളല്ല. ആരോ പറഞ്ഞ പോലെ തോപ്പിൽ ബാസിൽ നാടകത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ 10 തലമുറയായിട്ട് ഞങ്ങളങ്ങ് കോൺഗ്രസ്സാ. 10 തലമുറ വെച്ച് അന്ന് മഹാത്മാജി ജനിച്ചിട്ട് പോലും ഒന്നും ഉണ്ടാവില്ല. എ.ഒ. ഹ്യൂം, W.C. ബാനർജി, ആനി ബെസൻറ്റ്, ഗോപാലകൃഷ്ണൻ ഗോഖലെ, തിലകൻ ഇവരൊന്നും ജനിച്ചിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇയാൾ കോൺഗ്രസ്സാണ്. ഞാൻ കോൺഗ്രസ് ഉണ്ടാവില്ല, കോൺഗ്രസ്സാണ്. അതൊക്കെയാണ് കുഴിച്ചിട്ട സ്തൂപങ്ങൾ. നമുക്കത് പറ്റില്ല. തലയ്ക്ക് വെളിവുള്ളവൻ, എ വൈസ് മാൻ ചേഞ്ചസ് ഹിസ് മൈൻഡ്. തലയ്ക്ക് വെളിവുള്ളവന് കാലദേശങ്ങൾക്കനുസരിച്ച് അയാളുടെ ചിന്താ പദ്ധതികൾ മാറും. എൻ്റെയും അതുപോലെ തന്നെ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ. നമുക്ക് വേണ്ടുന്നത് LDF അല്ല, UDF അല്ല, ഇവിടുത്തെ ഈ മറ്റേ എന്തായാലും പറയും BJPയുടെ ഒരു പ്രസിഡന്റ് പറഞ്ഞില്ലേ, മണ കൊണ എന്നെങ്കിലും പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരാളല്ല വേണ്ടത്. നമുക്ക് വേണ്ടുന്നത് ആദിത്യനാഥ് യോഗിയെ തന്നെയാണ് വേണ്ടത്. അതേപോലെ വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അതുപോലത്തെ ഒരാളെയാണ് നമുക്കിവിടെ മുഖ്യമന്ത്രിയായിട്ട് വേണ്ടത്. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, അത്രമാത്രം. എനിക്കിത് വലിയൊരു പ്രശ്നമില്ല, തമിഴ്നാട്ടിലാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമസ്കാരം.